ഹലോ ഗൈസ്, ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ രാവിലെ തന്നെ ഞാൻ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകട്ടോ. വർഷത്തിലൊരിക്കലേ വെള്ളം കൊണ്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും മുണ്ടെടുക്കാറില്ല കേട്ടോ. അങ്ങനെ മുണ്ടെല്ലാം എടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പം നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് കൂട്ടുകാരുടെ കൂടെ എല്ലാവരെയും കൂടെ നേരെ കള്ളാറമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിൽ നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നിന്ന് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് അമ്മ വീട്ടിലേക്ക് പോകണമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ അമ്മ വീട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. അമ്മയുടെ വീട് പഠിപ്പിലാണ്. അങ്ങനെ ബന്ധലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നബിദിനത്തിന്റെ റാലി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിട്ട് ആ റാലി കാണാൻ വേണ്ടി ആ റാലി എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നമ്മുടെ അമ്മ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പഠിപ്പിലാണ് അമ്മ വീട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരുമായിട്ട് കസിൻസ് ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ഓണസദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ ആന്റിമാരും അങ്കിൾമാരും കസിൻസും അളിയനും പെങ്ങളും എല്ലാവരും ഒരുമിച്ച് ഈ ഓണസദ്യ കഴിക്കുന്ന ഒരു പ്രത്യേക രസമാട്ടോ. ഇനിയും ആൾക്കാരുണ്ട്, കുറച്ചുപേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പൊ അടുത്തേൽ എല്ലാവരും ഉൾപ്പെടുത്തുന്ന കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യണം. ഓണം എവിടെ വെച്ചായിരുന്നു കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ കസിൻസോടുള്ള വർത്താനം പറഞ്ഞ് ഞാൻ അടുത്തായിട്ട് നമ്മുടെ ചുള്ളിക്കരക്ക് പോയി കേട്ടോ. ചുള്ളിക്കര നമ്മുടെ ചെങ്ങയുടെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പരിപാടി കാണാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഒരു നാടിന്റെ ആഘോഷം അത് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു കേട്ടോ. ചേരൻ ഡാൻസ് എല്ലാം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എന്താക്കി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ബാക്കി ഇപ്പം നാളെ